സാഗ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എഴുത്താളും പുസ്തകവും ചർച്ചാ പരമ്പരയുടെ ഭാഗമായി ഡോക്ടർ സുനിൽ പി ഇളയിടത്തിൻ്റെ ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം ചർച്ച ചെയ്തു. റാം മോഹൻ പാലിയത്ത് മോഡറേറ്ററായിരുന്നു. എൻ നമ്പിയേഴ്സൺ, ടി ആർ വിനോയ് കുമാർ, വി ആർ സുശീൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. SNM കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സാഹിത്യ സംബന്ധിയായ സംഘടനയാണ്. ആദ്യകാലങ്ങളിൽ ആഗോളതലത്തിൽ പ്രത്യേകിച്ച് പ്രവാസികളുടെ ഇടയിൽ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 3 വർഷക്കാലമായി മാലിങ്കര കോളേജിനകത്ത് ഒരു സാഹിത്യോത്സവം എന്ന നിലയിൽ നടത്തിവരുന്ന ഒരു പരിപാടിയുടെ 3ാമത്തെ പതിപ്പാണ് ഈ 30-ാം തീയതി നടക്കാൻ പോകുന്നത്. നോട്ടീസിൽ നമ്മൾ വെക്കാറുള്ള 4 മണി 5 മണി എന്നൊക്കെയാണ്. ഈ നോട്ടീസിന് പ്രത്യേകത 4 മുതൽ 6 വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അത് പാലിച്ച് തന്നെ പോകേണ്ടതുണ്ട്. അധ്യക്ഷ പ്രസംഗത്തിന് വലിയ സാധ്യതയൊന്നുമില്ല. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് എനിക്കൊരു സംശയമില്ലാതെ പറയാൻ പറ്റും സുനിൽ മാഷിന്റെ മറുപടിക്ക് വേണ്ടിയാണ്. മാഷ് ആദ്യം പറഞ്ഞ അവസാനമേ മറുപടി പറയുന്നുള്ളൂ. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, നമുക്കെല്ലാം മാർഗദർശിയായ, ഈ സാഗയുടെ തന്നെ രക്ഷാധികാരിയായ, ഉപദേശക സമിതി അംഗമായ, അതിന്റെ നേതൃസ്ഥാനം വഹിക്കുന്ന സുനിൽ മാഷിനെ വിപുലമായി ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അത് പറഞ്ഞു വരാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. പറവൂരിൽ വെച്ച് അത് വിപുലമായി സംഘടിപ്പിക്കണം എന്നൊക്കെ തീരുമാനിച്ചാണ്. പക്ഷെ എന്തൊക്കെയോ പിന്നീടുണ്ടായ കാരണങ്ങൾ കൊണ്ടിട്ട് അത് നീണ്ടുപോവുകയാണ് ചെയ്തത്. കിടാമംഗലത്ത് വെച്ച് ഏതായാലും ഒരു ചർച്ച കൂടി സംഘടിപ്പിക്കണം എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ എഡിഷനിലെ ഈ സെഷനിലെ ഈ അവസാനത്തെ ഭാഗമായി ഈ ചർച്ച അവിടെ സംഘടിപ്പിച്ചു. ഓർമ്മകളും മനുഷ്യരും എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ, അദ്ദേഹം ഇടപെട്ട ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന വലിയൊരു അധ്യാപന പരിചയത്തിന്റെയും പത്രപ്രവർത്തന പരിചയത്തിന്റെയും സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളുടെയും അതിലൂടെ കണ്ടുമുട്ടിയ ആശയ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കമുള്ളവരുടെ ബന്ധങ്ങൾ, സാധാരണക്കാരുടെ അനുഭവങ്ങൾ, അവരുടെ ബന്ധങ്ങളെല്ലാം തന്നെ അദ്ദേഹം ആ പുസ്തകത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നു. ഈ പുസ്തകം സുനിലിന്റെ പ്രസംഗം, സുനിലിനെ പ്രസംഗിക്കാനായിട്ട് വേണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ പോലും വേണമെങ്കിൽ ഭക്ഷണം കിട്ടാവുന്ന ഒരാളാണ്. ഒരുപാട് സ്വകീയമായ ആശയങ്ങളൊക്കെ അതിഗംഭീരമായി ലളിതസുന്ദരമായി നമ്മളോട് പറഞ്ഞ് നമ്മളെല്ലാം മനസ്സുകളെ പരിവർത്തിപ്പിക്കുന്ന ഒരു വലിയ മനുഷ്യൻ എന്ന നിലയ്ക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ പോയി പ്രസംഗിക്കുന്നതായിട്ട് ഒരാൾക്ക് വലിയ സന്തോഷം തോന്നുക നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചെറിയ വായനശാലയിൽ LP സ്കൂളിലെ അധ്യാപകന്മാരെ പോലെയാണ് ചില കവികൾ എന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട്, തോന്നിയാവുകാരനായ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത്. LP സ്കൂളിലെ അധ്യാപകന്മാരെ പോലെയാണ് ചില കവികൾ. ഏറ്റവും വലിയ കവി LP സ്കൂളിലെ അധ്യാപകന്മാരെ പോലെയാണ്. അതുപോലെ ഒരു LP സ്കൂളിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, നമ്മുടെ വീടിന്റെ അടുത്തുള്ള LP സ്കൂളിൽ നിന്നുകൊണ്ട് സുനിലിന്റെ ഓർമ്മ പുസ്തകം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു വിശേഷമായ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാവുന്ന വിചാരിക്കും. ഇത് പറവൂരിന്റെ ചുറ്റുവട്ടത്തുള്ള പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു വലിയ വായനക്കാരനെന്ന് അംഗീകരിച്ച് നടക്കുന്നതാണ്. അപ്പൊ പറവൂരിന്റെ പുസ്തകം എന്നൊരു പുസ്തകം പക്ഷേ ഇതുവരെ കണ്ടു. ഇതാണ് ഒരു പറവൂരിന്റെ പുസ്തകം എന്ന് വിളിക്കാവുന്ന ഒരു പുസ്തകം. പറവൂരിന്റെ പുസ്തകമായിരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ എവിടെയും ജനിച്ചു വളർന്ന ഒരാൾക്ക് ഈ ഒരു തലമുറയിലെ ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള ഒരാളെങ്ങനെ ഉണ്ടായി എന്നൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഇത് വായിച്ചപ്പോൾ ഇതിന്റെ പ്രകാശനത്തിൽ പങ്കെടുത്ത് സംസാരിക്കാനും എനിക്ക് ഭാഗ്യം കിട്ടി. SRM സഖാവും പി രാജീവെല്ലാം പങ്കെടുത്ത് പറവൂര് റെസ്റ്റ് ഹൗസിൽ വെച്ച് നടന്ന പരിപാടിയിലും ഇതിന്റെ ഒരു ആശംസാ പ്രസംഗം നടത്താനായിട്ട് എനിക്ക് അവസരം വന്നു. പിന്നെ ഇത് സാഗയാണ് നടത്തുന്നത്. ഞാൻ അതിന്റെ ഒരു സ്ഥാപകാംഗമായിരുന്നു ഓർമ്മയിലും. പിന്നെ സുനിലിനും, അന്ന് SFIക്കാരനായ സുനിലിനും, മാലികരത്തിന് അന്ന് പഠിച്ചിരുന്ന സുനിലിന്റെ ബാച്ച് എന്ന് തോന്നുന്നു KSUക്കാരനായ സലിം കുമാർ, രണ്ടുപേർക്കും ഒരു അയോഗ്യതയുണ്ട്. രണ്ട് കോളേജുകളിൽ അവരെന്റെ ജൂനിയർ ആയിരുന്നു. ഒരു കോളേജിലല്ല, 2 കോളേജ്. ഒരു കോളേജാണ് മനസ്സിലാക്കാൻ. പഠിക്കുമ്പോൾ എന്റെ ഏതാണ്ട് ജൂനിയറായിരുന്നു. ഞങ്ങൾ സംഘടനാപരമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്താണ്. അന്ന് തന്നെ വിപുലമായ ആരാധകരുള്ള ആളെ ശ്രമിക്കുക. ഞാൻ ആ കോളേജിൽ ചെല്ലുമ്പോൾ അപ്പൊ അതിന് തലേ വർഷം ഇലയുടെ അവിടെ ഉണ്ട്, ഫസ്റ്റ് BDCക്ക് ഉണ്ട്. ഞാൻ ഡിഗ്രിക്ക് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു തരംഗം പോലെ ഈ ഇലയുടെ ഒന്ന് കേൾക്കാം. എനിക്ക് ഇദ്ദേഹത്തെ അറിയില്ലായിരുന്നു. ഫസ്റ്റ് ഡിഗ്രി ചേർന്ന് ഞങ്ങൾ സംഘടനയിൽ സഹപ്രവർത്തകരെ ഇലയെടുത്ത് ഞങ്ങൾ അറിയുന്നത്. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ SFIക്ക് അദ്ദേഹത്തിന്റെ കവിതകൾ
കവിതകൾ പോലുള്ള പ്രസംഗങ്ങൾ എല്ലാം ചെയ്തിട്ടുള്ള ഗുണം നിസ്സാരമായിരുന്നില്ല. ഞാനിന്ന് നിങ്ങളെല്ലാവരേക്കാളും ഒരു തട്ട് പുറകിലായിട്ട് എനിക്ക് തോന്നും ഈ ഒരു വേദിയിൽ ഞാൻ ഇരിക്കുമ്പോൾ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ച കാലത്ത് തന്നെ സുനിൽ മാഷ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ 85, ശരിക്കും എല്ലാവരും 2 വർഷമാണ് ഒരു കോഴ്സ് PG. ഞങ്ങൾ ശരിക്കും 85-86 ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് 85-ലേ തുടങ്ങിയുള്ളൂ. ഞങ്ങൾക്ക് ക്ലാസ്സിന്റെ പുറത്തേക്ക് വരാനുള്ള ഒരു സമയം പോലും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്നോട് പലരും ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാ പഠിച്ചെന്ന് പറഞ്ഞപ്പോ ചോദിക്കും, സുനിൽ മാഷ് നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നോ? നിങ്ങൾ സുനിൽ പിള്ളയുടെ? അപ്പൊ നമ്മൾ ഇല്ല, എന്റെ കൂടെ അല്ല. ഞാൻ സുനിൽ മാഷിനെ കുറിച്ച് ഞാൻ പുസ്തകം, ഇങ്ങനെ എഴുത്താളും പുസ്തകവും എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് ഞാൻ മാലിങ്കര SNM കോളേജിലെ മലയാള വിഭാഗം അധ്യാപികയായതുകൊണ്ടാണ്. സാഗയുടെ ഭാഗമായി ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഭാഗമാകാൻ സാധിക്കില്ല. പക്ഷേ സാറിനെ കുറിച്ച്, സുനിൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കാലടി സംസ്കൃത സർവകലാശാലയിൽ തൃശ്ശൂർ സെന്ററിലെ MA വിദ്യാർത്ഥിനിയാണ്. 2004-2006 വർഷമാണ് ഞാൻ അവിടെ പഠിച്ചത്. എന്നെ സാർ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ സാറിന്റെ സഹപ്രവർത്തകരായിരുന്നു എൻ്റെ അധ്യാപകര്. അന്ന് മുതൽ കേൾക്കുന്ന വാക്കാണ്, പേരാണ് സാറിൻ്റെത്. ഈ പുസ്തകം നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ സുനിലിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള എഴുത്ത് ലോകം തുറന്നിരുന്ന പുസ്തകമാണ്. സുനിൽ ഇങ്ങനെയും എഴുതാൻ അറിയാം. എല്ലാ പുസ്തകങ്ങളും അക്കാദമിക് ആകേണ്ടതില്ല, അല്ലെങ്കിൽ അക്കാദമിക് ആകുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്നതിന് തടസ്സമാണ് എന്നതുകൊണ്ട് ആ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയാൽ എങ്ങനെ എന്ന് തന്നെ നമുക്ക് സുനിലിന് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അത് ആണ് ഈ പുസ്തകം തരുന്ന ഒരു വെല്ലുവിളി സുനിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എഴുതുന്ന പുസ്തകങ്ങൾ പലപ്പോഴും ആളുകൾ മനസ്സിലാവാത്ത സാധനങ്ങളാണ്. എഴുത്തിന് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് സമ്പൂർണമായിട്ടുള്ള രീതിയിൽ വഴങ്ങി നമ്മളുടേതായ രീതികളിലേക്ക് മാറിയാൽ മാത്രമാണ് നമുക്ക് എല്ലാ വിഷയങ്ങളും ഇതുവരെ എഴുതാനായിട്ട് പറ്റും. എല്ലാ വിഷയങ്ങളും പക്ഷെ അങ്ങനെ ആക്കാൻ നമുക്ക് സമയമില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു പുസ്തകം എഴുതാനിരിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ആ വിഷയത്തിൻ്റെ ഈ അക്കാഡമിക് സ്വഭാവം അനുസരിച്ച് ഗൗരവമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതൊന്ന് മനസ്സിലായി തീർന്നിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ പക്ഷെ ആ പുസ്തകം എഴുതി തീർക്കണം. അങ്ങനെ വരുന്ന സമയത്താണ് അതിൻ്റെ ഈ അയത്നലളിതമായിട്ടുള്ള ഭാഷയിലേക്കുള്ള എൻ്റെ രൂപാന്തരത്വം സാധ്യമല്ലാതെ. EMSന്റെ ഏത് പുസ്തകം നമ്മൾ വായിച്ചാലും നമുക്കത് മനസ്സിലാവാതെ പോകുന്ന പ്രശ്നമില്ല ശരി. കാരണം EMSന്റെ ലോജിക്ക് അങ്ങനെ, ആ ലോജിക്ക് എപ്പോഴും സാധാരണക്കാരൻ്റെ ലോജിക്കുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എന്നതുകൊണ്ടാണ് EMS ഇങ്ങനെ സംസാരിക്കാനും എഴുതാനും കഴിയും. സുനിൽ സംസാരിക്കുമ്പോൾ അത്ര മനോഹരവും സുന്ദരമായിട്ട് സംസാരിക്കുന്നു. അത് പക്ഷേ എഴുതാനിരിക്കുന്ന സമയത്ത് അങ്ങനെ ആകുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ ഒരു പരിമിതി ആയിരിക്കാം. ആ പരിമിതി വ്യക്തമാക്കി തരുന്ന ഒരു പുസ്തകമാണ് ഇത് എന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ പുസ്തകം എഴുതുന്നവരും മറ്റു കാര്യങ്ങൾ എഴുതാൻ പറ്റില്ല. അത് ഒരു പ്രശ്നമാണ്. നമുക്കത് നമ്മുടെ ഒരു അസാധ്യതയാണ് ശരിക്കും പറഞ്ഞത്. നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ എഴുതി പോവുക എന്നുള്ളതാണ്. സുനിലിൽ എപ്പോഴും അങ്ങനെ ഒരു 2 മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. എഴുത്തുകാരനായിട്ടുള്ള സുനിൽ, പ്രാസംഗികനായിട്ടുള്ള സുനിൽ. പ്രാസംഗികനായിട്ടുള്ള സുനിൽ കൃത്യമായിട്ട് ബഹുജനങ്ങളോട്, സമൂഹത്തോട് പൂർണ്ണമായി സംവദിക്കുന്നു എന്നുള്ളതാണ്. എഴുത്തുകാരനായാലും സുനിൽ അങ്ങനെ പൂർണ്ണമായിട്ട് സംവദിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് വിഷയത്തെ ആസ്പദമാക്കി വരുന്ന പ്രശ്നമാണ്. അത്തരം വിഷയങ്ങൾ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുന്ന വിഷയങ്ങളല്ല ശരി. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും നമുക്കതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് കഴിയും എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഇതാണ് ആ പുസ്തകത്തിന്റെ ഒരു വായനാനുഭവത്തിന്റെ ഒരു സവിശേഷതയായിട്ട് തോന്നിയത്. കാരണം ഒറ്റയിരിപ്പിൽ വായിച്ച ഒരുപാട് പേര് ഈ കുടുംബത്തുണ്ട് എന്നാണ് നിങ്ങളിൽ പലരും ചിലപ്പോൾ ഒറ്റയിരിപ്പിൽ വായിച്ചായിരുന്നു.
അങ്ങനെ വായിക്കാൻ പറ്റുമോ? പക്ഷേ മറ്റു പുസ്തകങ്ങൾ അങ്ങനെ ഒറ്റയിരിപ്പിന് വായിക്കാൻ പറ്റുന്നതല്ല, ആ വിഷയവും അങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ആ രണ്ട് ആസ്പെക്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് സുനിലിനെ വിലയിരുത്തിയാൽ നമുക്ക് രണ്ട് എഴുത്തിൽ സുനിലിനെ ബഹുമാനിക്കാനായിട്ട് ധാരാളം പേര് വായിച്ചൊരു പുസ്തകമാണ്. സാധാരണ നിലയിൽ മാഷൊക്കെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ലേഖനം മാതൃഭൂമിയിലൊക്കെ അടിച്ചു വന്നാൽ കാണുന്നവർ പറയുക ലേഖനം കണ്ടു എന്നാണ്, വായിച്ചോന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ് അത് വായിച്ചെത്തിക്കാനുള്ള സന്നദ്ധതയുടെയും ഒക്കെ ഒരു പല ഘടകങ്ങൾ ചേർന്നാണ് ഈ വായനാക്ഷമത രൂപപ്പെടുന്നത്. അതിലൊരു കാര്യം മാഷ് പറഞ്ഞതാണ്, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല വ്യക്തത ഉണ്ടെങ്കിൽ താരതമ്യേന അത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ എഴുത്തിൽ എനിക്ക് അങ്ങനെ പറ്റാറില്ല കേട്ടോ. എനിക്ക് സ്വയം ബോധ്യമുള്ള ഒരു കാര്യം, എനിക്കൊരു കാര്യം വ്യക്തമായി കഴിഞ്ഞാൽ അത് അത്ര തന്നെ ക്ലാരിറ്റിയോടെ പറയാൻ പറ്റാറുണ്ട് എനിക്ക്. പക്ഷെ എഴുത്തിൽ അങ്ങനെ തെളിഞ്ഞു കിട്ടാൻ പിന്നെയും പ്രയാസമുണ്ട്. എഴുത്ത് വേറൊരു ഈ പറച്ചിൽ തരുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പലയിടങ്ങളിലേക്ക് പോകാം, അഴിച്ചു കാണിക്കാം, വീണ്ടും തിരിച്ചു വരാം. അങ്ങനെ ഒന്നിനെ തന്നെ ഇങ്ങനെ അഴിച്ചഴിച്ചു പോകാനുള്ളൊരു സാധ്യത പറച്ചില്ലുണ്ട്. അത് എഴുത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് ഒരുപാട് ആയാസമുണ്ട്. ഒരു കാര്യം എഴുതി ഉണ്ടാക്കുക എന്നുള്ളത് എഴുതുമ്പോഴേ അറിയുള്ളൂ എന്തൊരു അധ്വാനം, പറയുന്നത് പോലെ അല്ല അത്. അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മൾ ഈ ആശയങ്ങൾ ഒരുക്കണം, ഇതിനെ ക്രോഡീകരിക്കണം. പിന്നെ പലപ്പോഴും എഴുതുമ്പോൾ ഇതിന്റെ സ്ഥലപരിമിതി ഒരു പ്രശ്നമായിരിക്കും. കാരണം ഓരോ മാസക്കാർക്ക് നമുക്ക് അനുവദിക്കാവുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ ഈ സ്ഥലത്തിനുള്ളിൽ ഇത് നിർത്തി പറയണമെങ്കിൽ പലപ്പോഴും വേറൊരു തരം ഭാഷയിൽ പറയാം. അങ്ങനെ പല ഘടകങ്ങൾ ഇത്. അതുകൊണ്ട് രണ്ടും രണ്ട് ആവിഷ്കാരങ്ങളാണ്. രണ്ടിൻ്റെതായ രീതിയുണ്ട്. ഇപ്പൊ 20-25 കൊല്ലമായിട്ട് സ്ഥിരം ആയി എഴുതുന്ന ഒരാളാണ് ഞാനെങ്കിൽ എൻ്റെ പുസ്തകം എല്ലാം കൂടി വായിച്ച ആളുകളുടെക്കാൾ കൂടുതൽ ആളുകൾ എൻ്റെ ഒരു പ്രസംഗം കേട്ടതാണ്. ഇന്നാളെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തൊരു എൻ്റെ പഴയ പ്രസംഗത്തിൻ്റെ ഒരു അയച്ചു തരും, ലിങ്ക് അയച്ചു തരും. ആ ശബരിമല പ്രസംഗമാണ്. അപ്പം അത് 42 ലക്ഷം പേര് കണ്ടിരിക്കുന്നു. അപ്പൊ അവനാണ് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, കാശ് നിനക്ക് തെറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ശബരിമലയുടെ ചീത്തകളും കേട്ടത് ഞാനാണ് യൂട്യൂബിൽ. അങ്ങനെയൊക്കെ ഒരുപാട് കൗതുകങ്ങൾ ഇതിന്റെ അനുഭവത്തിന്റെ ഉള്ളിലുണ്ട്. അതിൽ ചിലതൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്, എഴുതാൻ ഇനിയും. എല്ലാ മനുഷ്യർക്കും അനുഭവമുണ്ട്. അനുഭവങ്ങൾ എന്ന് പറയുന്നത് ചുറ്റും ഇങ്ങനെ ചെതറിക്കിടക്കുകയാണ്. നമ്മൾ അതിൽ നിന്ന് ചിലതിനെ എടുക്കുന്നു, അതിനെ വിശദീകരിക്കുന്നു, മറ്റു പലതിനെ വിട്ടുകളയുന്നു. ഈ ഓർമ്മയെ കുറിച്ച് ഒമ്പറ്റോക്കോ എന്ന് പറയുന്ന ഒരാൾ പറയുന്ന ഓർമ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ പല മടങ്ങും മറവിയാണെന്ന് തോന്നുന്നത്. കാരണം നിങ്ങൾ ഒരു കാര്യം ഓർക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം ചുറ്റുമുള്ളതൊക്കെ മറന്നു എന്നാണ്. എല്ലാം ഓർത്താൽ ഓർമ്മ ഉണ്ടാവില്ല. ചിലത് മാത്രമേ ഓർത്താലേ ഓർമ്മ നിൽക്കുള്ളൂ. നമുക്ക് അത്രയും സന്ദർഭങ്ങളില്ല, അത്രയും സംഭവങ്ങളില്ല. ഇന്ന് കാലത്ത് പുറപ്പെട്ടപ്പോൾ വഴിയിൽ ആദ്യം കണ്ടത് ആരെയും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ആരോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സംഭവങ്ങളെല്ലാം ഓർമ്മകളല്ല, സംഭവങ്ങളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഓർമ്മ. ഓർമ്മ ഉള്ളതിൻ്റെ അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തല ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. പലപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല. ഇത് നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു ഓർമ്മയാണ്, അല്ലാതെ അതവിടെ ഇങ്ങനെ കിടക്കായിരുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അങ്ങനെ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓർക്കുന്നത് മാഷ് നേരത്തെ ഇവിടെ പറഞ്ഞു, എങ്ങനെ നമ്മളും ലോകമൊക്കെ ഇങ്ങനെ പരിഗണിച്ചെത്തി എന്ന ഒരു രീതിയാണ്. അപ്പൊ എനിക്ക് ഒരാളെ ഓർക്കാനായിട്ട് പല വഴിയുണ്ട്. അയാളിലൂടെ തന്നെ അയാളുടെ ഓർമ്മ പോയി എന്ന് വരും. അതൊരു തെറ്റൊന്നുമല്ല. ഇപ്പൊ കേസരിയുടെ എനിക്ക് വളരെ ആശ്ചര്യകരമായി തോന്നിയ ഒരു ആശയമുണ്ട്. കേസരി മാഷും ഒക്കെ ചേർന്ന് കുറെ കാലം കേസരി സദസ് എന്ന പേരിൽ ഒരു വലിയ ചർച്ചാവേദി നടക്കുകയും പങ്കുചേരുകയും ഒക്കെ ചെയ്തു. അത് ഒരുപാട് തെളിച്ചം തന്നൊരു കൂട്ടായ്മയായിരുന്നു. പ്രത്യേകിച്ചും ചിത്രകലയെ കുറിച്ചുള്ള അടിസ്ഥാന ആശയങ്ങളൊക്കെ രൂപപ്പെട്ടു തുടങ്ങിയത്, അതിൽ താല്പര്യം വന്നത് ആ കൂട്ടായ്മയിൽ പഴയ മരിച്ചുപോയ കലാനിരൂപനായിട്ടുള്ള വിജയകുമാർ മേനോന്റെ ക്ലാസ്സുകൾ വഴിയാണ്. ആ ക്ലാസ്സുകളാണ് വാസ്തവത്തിൽ കലയെക്കുറിച്ചുള്ള ബോധ്യത്തെ തന്നെ രൂപപ്പെടുത്തിയത്. ചിത്രകല നോക്കാനൊരു കണ്ണ് തന്നത് അന്നത്തെ പല ദിവസങ്ങളിൽ നീണ്ട ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്തൊക്കെ സംഭവിക്കുന്നു. ഞാൻ പറഞ്ഞു കഴിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ ഓർക്കുന്നു എന്ന് പറയുന്നതിൽ വാസ്തവത്തിൽ നമ്മൾ കൂടിയുണ്ട്. നമ്മൾ കൂടി ചേർന്ന് നമ്മളായി തീർന്നത് എങ്ങനെ എന്ന് ഓർക്കുന്നൊരു രീതിയാണ്. ഞാൻ കേസരിയുടെ ആശയം
എനിക്ക് കൗതുകം തോന്നിയ ഒരാശയം പറയുമായിരുന്നു. കേസരി പറയുന്നുണ്ട്, അത് വളരെ അസാധാരണമായ ഒരു വാക്യമായിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയത്. കേസരി പറയുന്നത് ഒരാളെ ശരിക്കും മനസ്സിലാക്കാൻ അയാൾ ജീവിച്ച കാലത്തെയും സമൂഹ സാഹചര്യങ്ങളെയും മനസ്സിലാക്കണം എന്ന് നാം തെറ്റായി ധരിക്കുന്നുണ്ട്. ഇത് വളരെ സാധാരണമായ വാക്യമാണ്. നാം തെറ്റായി ധരിക്കുന്നു. എന്നിട്ട് കേസരി പറയുന്നത് വാസ്തവത്തിൽ ഒരു കാലത്തെ ശരിയായി മനസ്സിലാക്കാൻ ഒരാളുടെ അന്തരാത്മാവിലേക്ക് ചുഴിഞ്ഞു നോക്കുകയാണ് വേണ്ടത്. ഒരാളെ മനസ്സിലാക്കാൻ അയാൾ ജീവിച്ച കാലത്തെ മനസ്സിലാക്കുകയല്ല, ഒരു കാലത്തെ മനസ്സിലാക്കാൻ ഒരാളുടെ ഉള്ളിലേക്ക് നോക്കണം എന്ന് എഴുതുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യബോധമുള്ള വിമർശകനാണ്, ചരിത്രബോധമുള്ള വിമർശകനാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പിന്നീട് എനിക്ക് മനസ്സിലായത്. ആദ്യം ഞാനിത് വായിച്ച സമയത്ത് അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത് എന്ന് കൗതുകം തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ അന്തരാത്മാവ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അയാളുടെ അന്തരാത്മാവല്ല. അയാളുടെ അന്തരാത്മാവ് എന്ന് പറയുന്നത് അയാളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യർ, അവരുടെ ജീവിതങ്ങൾ, അതിൻ്റെ കൂടിക്കൊഴലുകൾ എല്ലാം ചേർന്ന് ഒരു ചരിത്രം മുഴുവൻ വാസ്തവത്തിൽ ഒരാളുടെ അന്തരാത്മാവ് ഉണ്ടാവും. അല്ലാതെ ഞാൻ ഒറ്റക്കൊരാളില്ലല്ല. ഈ ബന്ധങ്ങളും ഈ സൗഹൃദങ്ങളും ഇതുണ്ടാക്കിയ ബോധ്യങ്ങളും അതുവഴിയുണ്ടായ പരിവർത്തനങ്ങളും എല്ലാം ചേർന്നിട്ടാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കുള്ളിലേക്ക് നോക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സംശയമൊന്നുമില്ലാതെ ഒരു ലോകബന്ധത്തിലേക്ക് തന്നെ നോക്കുകയാണ് എന്നുള്ളതിൻ്റെ അർത്ഥം. കെടാമംഗലത്ത് നടന്ന ചടങ്ങിൽ നവീൻ KG സ്വാഗതവും അനിൽ VA നന്ദിയും രേഖപ്പെടുത്തി.